വിശുദ്ധ മദർ തെരേസ സ്ഥാപിച്ച സന്യാസ സമൂഹമായ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ വിദേശ സഹായം സ്വീകരിക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ പുനഃസ്ഥാപിച്ചു. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അധികൃതർ സമർപ്പിച്ച രേഖകൾ തൃപ്തികരമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചതോടെയാണ് രജിസ്ട്രേഷൻ പുതുക്കാൻ തീരുമാനിച്ചത്. പുതുക്കിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ കാലാവധി 2026 വരെയാണ് നീട്ടിയിരിക്കുന്നത്. വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിന്റെ ലൈസൻസ് പുതുക്കാനുള്ള മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ അപേക്ഷ കഴിഞ്ഞ വർഷം ഡിസംബർ 25-നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരസിച്ചത്. ചട്ടങ്ങളിൽ ചിലത് പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടിയെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. അനുമതി പുനഃസ്ഥാപിച്ചതോടെ വിദേശ സഹായം സ്വീകരിക്കാൻ മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് സാധിക്കും. 6000-ൽ പരം സർക്കാരിതര സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ ജനുവരി 1-ന് ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കിയിരുന്നു. സംഘടനയുടെ വിദേശ സഹായം സ്വീകരിക്കാനുള്ള അനുമതി നിരോധിച്ചതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ വൻ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മോദി സർക്കാർ തങ്ങളുടെ ഭൂരിപക്ഷ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ ക്രിസ്ത്യാനികളെ ലക്ഷ്യമിടുന്നുവെന്നായിരുന്നു വിഷയത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും ഗോവയുടെ ചുമതലയുമുള്ള മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരം പ്രതികരിച്ചത്. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചത് നടുക്കമുണർത്തുന്നതാണെന്നാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നേരത്തെ ട്വീറ്റ് ചെയ്തിരുന്നത്. 1950-ലാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സമൂഹം മദർ തെരേസ സ്ഥാപിക്കുന്നത്. ഷെക്കേന ന്യൂസ് ബ്യൂറോ, ദില്ലി.